കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി ശ്രദ്ധാകേന്ദ്രമാകുന്നത് നിശ്ചയമായും ബംഗാളാണ്. ബംഗാളിൽ കേരളത്തെ പോലെയല്ല, 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ്. കാരണം 294 സീറ്റുകളുണ്ട്. കേരളത്തിൽ അത് 140 ഉള്ളൂ. ഇരട്ടിയിലധികം സീറ്റുകളുണ്ട് ബംഗാളിൽ. ബംഗാൾ എല്ലാ തവണയും കേരളത്തിലെ ഒരു ഹോട്ടസ്റ്റ് സ്റ്റേറ്റാണ്. രാഷ്ട്രീയം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും എല്ലാ തവണയും വീറും വാശിയുമുള്ള തീപാറുന്ന പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഉണ്ടാകാറ്. പക്ഷേ ബംഗാളിൻ്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് തുടർഭരണമാണ്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എക്കാലവും ഉണ്ടായിട്ടുള്ളത്. CPM കുറേ കാലം തുടർച്ചയായി ഭരിച്ച 45 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിൻ്റെ മണ്ണ് പക്ഷെ അവർക്ക് 2011 കൈവിട്ടതാണ്. 2011 മമതാ ബാനർജിയിലൂടെ തൃണമൂൽ കോൺഗ്രസ് ആണ് CPM-ൽ നിന്ന് ബംഗാളിൻ്റെ ഭരണം പിടിച്ചത്. 2016 മമത വന്നു, 2021 മമത തന്നെ വന്നു. ഇനിയിപ്പോൾ 2026 4-ാം ഊഴം തേടി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു. പഴയ പോലെ BJP ദുർബലമല്ല, BJP കുറെ കൂടി ശക്തമാണ്. 2021 ബംഗാളിലേക്ക് കടന്നു കയറാൻ പല തരത്തിലുള്ള ശ്രമങ്ങൾ BJP പയറ്റിയതാണ്, പക്ഷെ പരാജയപ്പെട്ടു. ഇക്കുറിയും 2026 ഭരണം പിടിക്കുന്നതിന് വേണ്ടി പല നിലക്കുള്ള തന്ത്രങ്ങൾ പയറ്റിയ BJPക്ക് അവിടെ കടന്നു കയറാനാകുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലേക്ക് വിശദമായി വരികയാണ് ന്യൂസ് ഡീകോഡ്. യെസ്, ബംഗാൾ തെരഞ്ഞെടുപ്പ് 2026 അതിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ നമ്മൾ വിശദമായി നോക്കും. നോക്കൂ, 2 ഘട്ടമായിട്ടാണ് ബംഗാളിൽ ഇലക്ഷൻ നടക്കുന്നത്. ആകെ സീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ 294 സീറ്റുകളാണ്. ഏപ്രിൽ 23 ആദ്യഘട്ടം നടക്കുന്നത്. 152 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ 29 രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 142 സീറ്റുകളിലേക്കാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ്. അപ്പോൾ ഇക്കുറി ഏറ്റവും അവസാനം വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനം ബംഗാളാണ്. ഏപ്രിൽ 29 രണ്ടാം ഘട്ടം നടക്കുന്നു. അപ്പോൾ ഈ ഏപ്രിൽ 29 വൈകുന്നേരം ഏപ്രിൽ 29 ബംഗാളിലെ പോളിംഗും കഴിഞ്ഞ് 6 മണിക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ 5 സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളം, പുതുച്ചേരി, അസം, ബംഗാൾ ഉൾപ്പെടെയുള്ള ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത് ഈ 29 രണ്ടാം ഘട്ട ബംഗാളിലെ രണ്ടാം ഘട്ട പോളിംഗും കൂടി കഴിഞ്ഞതിന് ശേഷമായിരുന്നു. യെസ്, നോക്കൂ, 294 സീറ്റുകളാണ് ആകെ എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് അതിൽ മത്സരിക്കുന്നത് 291 സീറ്റുകളിലേക്കാണ്. തൃണമൂൽ കോൺഗ്രസ് അടങ്ങുന്ന മുന്നണി മൊത്തം 291 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നു. പിന്നെ ആകെയുള്ളത് ഒറ്റ അലിയാണ്, എന്ന് വെച്ചാൽ ഭാരതീയ ഗോർഖ പ്രജാതാന്ത്രിക് മോർച്ച എന്ന ഘടകകക്ഷി മാത്രമേ ഉള്ളൂ. അവർ 3 സീറ്റുകളിലേക്കും, അങ്ങനെ മൊത്തം 294 സീറ്റുകളിലേക്ക് ആ മുന്നണി മത്സരിക്കുന്നു. ഇനി NDA മുന്നണിയുടെ കാർഡിലേക്ക് വന്നാൽ നോക്കൂ, BJP 293 സീറ്റുകളിലേക്കും BJP അവിടെ മത്സരിക്കുന്നു. ഒറ്റ സ്വതന്ത്രൻ, എന്ന് വെച്ചാൽ ഘടകകക്ഷി പാർട്ടികളില്ല, ഒരേ ഒരു സ്വതന്ത്രൻ അവിടെ മത്സരിക്കുന്നുണ്ട് NDAയിൽ നിന്നുകൊണ്ട് ഒറ്റ സീറ്റിലേക്ക്. അങ്ങനെ 294 സീറ്റുകളിലേക്ക് NDA നില അങ്ങനെയാണ്. യെസ്, അടുത്ത കാർഡിലേക്ക് പോകാം. യെസ്, CPM ഇടത് മുന്നണി അവിടെ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തുടർച്ചയായി 5 തവണ ബംഗാൾ ഭരിച്ച ഇടത് സഖ്യം CPM അടക്കമുള്ള ഇടത് മുന്നണിക്ക് പക്ഷേ ഇപ്പോൾ ബംഗാളിൽ നിലം തൊടാനാകാതെ തകർന്നു പോയൊരവസ്ഥയാണുള്ളത്. എങ്കിലും അവർ മത്സരിക്കുന്നുണ്ട്. CPM 195 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. ഫോർവേഡ് ബ്ലോക്ക് 23 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. CPI 16 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. RSP 16 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി അവർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. പക്ഷെ പഴയ പോലെ അവർക്ക് കളമില്ല, കാര്യമായൊന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ പഴയ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പാർട്ടി അങ്ങേയറ്റം ദുർബലമായി. CPM-ന്റെ കൂടുതൽ നേതാക്കളും പ്രവർത്തകരുമൊക്കെ തൃണമൂൽ കോൺഗ്രസിലേക്കും BJP-യിലും ഒക്കെ പോയ ഇന്നലെകൾ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും പക്ഷേ ഇടത് മുന്നണി അവിടെ ഇപ്പോഴും മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ശരി, ഇനി കോൺഗ്രസ്, അവിടെ എല്ലാ സീറ്റുകളിലേക്കും കോൺഗ്രസും മത്സരിക്കുന്നുണ്ട്. 294 സീറ്റുകളിലേക്കും കോൺഗ്രസ് ഇക്കുറി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുകൂടി കാണണം. യെസ്, അപ്പോൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട മത്സരം എന്നുള്ളതാണ്. മമതാ ബാനർജി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇക്കുറിയും 4-ാം ഊഴത്തിലേക്ക് സുവേന്ദു അധികാരിയാണ് BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഏറ്റവും വലിയൊരു ഹോട്ടസ്റ്റ് ഫൈറ്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടസ്റ്റ് ഫൈറ്റ് നടക്കുന്നത് ഭവാനിപൂർ മണ്ഡലത്തിലാണ്. ഭവാനിപൂർ മണ്ഡലത്തിൽ മമതാ ബാനർജിയുടെ എതിരാളിയാണ് കേട്ടോ സുവേന്ദു അധികാരി തന്നെയാണ് നിലവിൽ അവിടെ ഒപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ്. ഇനിയിപ്പോൾ BJP-ക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഈ സുവേന്ദു
അധികാരി തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയാകേണ്ടത്. മമതാ ബാനർജിയെ നേരിടുന്നതും സുവേന്ദു അധികാരിയാണ്. ഇനിയിപ്പോൾ അവിടെ BJPക്ക് അധികാരം കിട്ടുകയും മമതാ ബാനർജിയോട് സുവേന്ദു അധികാരി തോൽക്കുകയും ചെയ്താൽ എന്താകുമെന്ന ചോദ്യമൊക്കെ ഉണ്ട്. ഒരു പക്ഷേ വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി മറ്റൊരു സീറ്റിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഇലക്ഷൻ ഫലം, ഭവാനിപൂരിലെ മത്സരത്തിന്റെ ഫലം അങ്ങേയറ്റം നിർണായകമാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ. 2021 ചിത്രം നോക്കൂ. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് 216 സീറ്റുകളിലേക്ക് ജയിക്കുന്നു. NDAക്ക് 77 സീറ്റ് നേടാനേ കഴിഞ്ഞുള്ളൂ. വലിയ ഭൂരിപക്ഷം നേടിയാണ് 2021 ഭരണ തുടർച്ച നേടിയത് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി എന്ന് കൂടി കാണണം. അപ്പോൾ അതാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. അപ്പോൾ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ബംഗാൾ കടക്കുമ്പോൾ വീണ്ടും ഒരു 4ാം ഊഴം ബംഗാളിൻ്റെ മണ്ണ് ജനങ്ങൾ മമതാ ബാനർജിക്ക് നൽകുമോ, അതോ ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറിയതുപോലെ, ഹിന്ദി ഹാർട്ട്ലാൻഡ് മുഴുവൻ കൈയടക്കിയതുപോലെ BJPക്ക് ബംഗാളിലേക്കും കടന്നു കയറാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നു. ബംഗാളിൽ SIR നടപ്പിലാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ 90 ലക്ഷത്തോളം പേർ പട്ടികയ്ക്ക് പുറത്തായ ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. പലതരത്തിലുള്ള വിഷയങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് അജണ്ടകളായി മാറിയിട്ടുണ്ട്. കുടിയേറ്റവും പൗരത്വവും അടക്കമുള്ള പല വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രചാരണ ഘട്ടത്തിൽ വലിയ ഹോട്ടസ്റ്റ് വിഷയങ്ങളായി വന്നിട്ടുണ്ട്. ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നടക്കമുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ അവിടെ BJP നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും 2 ഘട്ടങ്ങളിലായി ബംഗാൾ വിധി എഴുതുമ്പോൾ ഇക്കുറി BJPക്ക് കടന്നു കയറാനാകുമോ, അതല്ല 4ാം ഊഴമുണ്ടാകുമോ മമതാ ബാനർജിക്ക് എന്ന് കാത്തിരുന്നു കാണാം. ഒരേപോലെ മെയ് 4 തന്നെയാണ് ബംഗാളിലെയും ഫലം വരാനിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഫലം അറിഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ, ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബംഗാളിലെ ഫലത്തിന് തന്നെയായിരിക്കും.